നമസ്കാരം, ഏവർക്കും ഓറ ലേണിംഗ് PSCയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ 7ാമത്തെ ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി മുൻപുള്ള 6 ക്ലാസ്സുകളുടെ വീഡിയോസിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. നമ്മളിന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് ഭാഗം 4-ൽ ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെ പറഞ്ഞിട്ടുള്ള മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇപ്പം ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ എത്രയാണ്? 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇസ് ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് 4. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4-ലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദ ഐഡിയ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഈസ് ടേക്കൺ ഫ്രം ദ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്ത് ആദ്യമായിട്ട് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന ആശയം കൊണ്ടുവന്നത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് അയർലൻഡ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന ആശയം കടം കൊണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ആശയം മുന്നോട്ട് വെച്ചത് സ്പാനിഷ് ആണ്. ഇന്ത്യൻ ഭരണഘടന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എടുത്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അത് തെറ്റിപ്പോകരുത്. ഓക്കെ, ഇനിയും the concept of the directive principles was put forward by സാപ്രോ കമ്മിറ്റി in 1945. മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് നമ്മുടെ സാപ്രോ കമ്മിറ്റിയാണ്. 1945 സാപ്രോ കമ്മിറ്റിയിലാണ് മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. ഈ മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുമ്പോൾ അതായത് കുറേ നയങ്ങളാണ്. നമ്മൾക്ക് നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളുടെ വികസനം ക്ഷേമവുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറേ നയങ്ങൾ ആണ് ഈ മാർഗനിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഈസ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്. അതായത് ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് ജസ്റ്റിസബിൾ ഇൻ നേച്ചർ. അതായത് സാപ്രോ കമ്മിറ്റി 1945 സാപ്രോ കമ്മിറ്റിയായിട്ട് 2 റൈറ്റ്സ് ആണ് മുന്നോട്ട് വെച്ചത്. ജസ്റ്റിസബിൾ റൈറ്റ്സും നോൺ ജസ്റ്റിസബിൾ റൈറ്റും. നമ്മൾ പഠിച്ച ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റിസബിൾ റൈറ്റ് ആണ്. അതായത് നിയമം ഉപയോഗിച്ച് നമുക്കതിൽ മാറ്റം വരുത്താൻ സാധിക്കും. എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റിസബിൾ റൈറ്റ് ആണ്. അതായത് നമുക്ക് എന്താണ്, ഒരു കോടതിയുടെ സഹായത്തോടു കൂടിയിട്ട് ഇതിനകത്ത് മാറ്റം വരുത്താൻ സാധിക്കില്ല. ഓക്കെ, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് ജസ്റ്റിസബിൾ ഇൻ നേച്ചർ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ദെൻ ഇറ്റ് കനോട്ട് ബി എൻഫോഴ്സിബിൾ ബൈ എനി കോർട്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു കോടതിക്കും ഈ നിയമം നടപ്പിലാക്കാൻ സാധിക്കില്ല, കഴിയില്ല എന്ന് പറഞ്ഞു. ഇറ്റ് ഡീൽസ് വിത്ത് ദ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. അതായത് എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ എക്കണോമിക് ആയിട്ടുള്ളതും സോഷ്യൽ കൾച്ചറൽ റൈറ്റ്സ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായുമുള്ള അവകാശങ്ങളെക്കുറിച്ചും ഉന്നമനത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. ഓക്കെ, the person who called the directive principles of state policy as the novel features of Indian Constitution എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. മാർഗനിർദ്ദേശക തത്വത്തെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഈസ് ബേസ്ഡ് ഓൺ 3 പ്രിൻസിപ്പിൾസ്: സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഈ 3 തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ. 3 നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആൻഡ് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ആർട്ടിക്കിൾസും പരിചയപ്പെടാം.
നമ്മൾ പറഞ്ഞു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നത് ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയാണ്. അപ്പോൾ ആദ്യം ആർട്ടിക്കിൾ 36 എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 36 ഡിഫൈൻസ് സ്റ്റേറ്റ് ആസ് സെയിം ആസ് ആർട്ടിക്കിൾ 12 അൺലെസ് ദ കണ്ടസ്റ്റ് അതർവൈസ് ഡിഫൈൻസ്. എന്താണ്? സംസ്ഥാനത്തെ ആർട്ടിക്കിൾ 12 തുല്യമായി വിവരിക്കുന്നു. അതൊരു ഡെഫിനിഷനാണ് ആർട്ടിക്കിൾ 36 പറയുന്നത്. ആർട്ടിക്കിൾ 37, ആർട്ടിക്കിൾ 37, ഇറ്റ് ഇസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ എനി കോർട്ട്. ഒരു കോടതിക്കും നടപ്പിലാക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 37. ആർട്ടിക്കിൾ 38, ഇറ്റ് ഓതറൈസസ് ദ സ്റ്റേറ്റ് ടു സെക്യൂർ എ സോഷ്യൽ ഓർഡർ ഫോർ ദ പ്രൊമോഷൻ ഓഫ് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ. അതായത് ജനങ്ങളുടെ ക്ഷേമത്തിനായി ഒരു സാമൂഹിക ക്രമം ഉറപ്പാക്കാൻ സംസ്ഥാനത്തെ അധികാരപ്പെടുത്തുന്നു എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 38. ആർട്ടിക്കിൾ 39, certain principles of policies to be followed by the state. എന്താണ് ആർട്ടിക്കിൾ 39 പറയുന്നത്? ഈ നയങ്ങളുടെ ചില തത്വങ്ങൾ സംസ്ഥാനം പിന്തുടരേണ്ടതാണ് എന്നാണ് ആർട്ടിക്കിൾ 39 പറയുന്നത്. ആർട്ടിക്കിൾ ഒരു കാര്യം കൂടി, ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് മാറ്റങ്ങൾ വരുത്താനായിട്ട് കോടതിയിൽ നമുക്ക് പറ്റില്ല. അതായത് അതിനൊന്ന് സസ്പെൻഡ് ചെയ്യാനോ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു തത്വങ്ങൾ നമുക്ക് സസ്പെൻഡ് ചെയ്യാനൊന്നും സാധിക്കില്ല. പക്ഷേങ്കിൽ അതിലേക്ക് അമെൻമെന്റ് നടത്താം, അതായത് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചില ആർട്ടിക്കിൾസ് നമ്മൾക്ക് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39. ആർട്ടിക്കിൾ 39 അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 39A എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 39E, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ. അതായത് പാവപ്പെട്ടവർക്ക് തുല്യനീതിയും സൗജന്യമായി നിയമസഹായവും നൽകുക എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 39A. ആർട്ടിക്കിൾ 39D, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വിമൻ. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. ആർട്ടിക്കിൾ 40, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണമാണ് ആർട്ടിക്കിൾ 40 പറയുന്നത്. ആർട്ടിക്കിൾ 41 എന്താണ്? റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൺ കേസസ്. അതായത് ജോലി ചെയ്യാനുള്ള അവകാശം, വിദ്യാഭ്യാസം, ചില സന്ദർഭങ്ങളിലുള്ള പൊതു സഹായം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ആർട്ടിക്കിൾ 41 പറയുന്നത്. ആർട്ടിക്കിൾ 42, പ്രൊവിഷൻസ് ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമനി കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്. നീതിയുടെയും മാനുഷികമായ ജോലിയുടെയും പ്രസവാനന്തരാശ്വാസത്തിന്റെയും ഒക്കെ വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 42 പറയുന്നത്. ആർട്ടിക്കിൾ 43, അനുച്ഛേദം 43 എന്താണ് പറയുന്നത്? ദ ലിവിംഗ് വേജസ് എക്സെട്ര ഫോർ ദ വർക്കേഴ്സ്. തൊഴിലാളികൾക്ക് ജീവിത വേതനം മുതലായവയെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 43 പറയുന്നത്. ആർട്ടിക്കിൾ 43 അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 43A എന്താണ്? പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. അതാണ് ആർട്ടിക്കിൾ 43A പറയുന്നത്. ആർട്ടിക്കിൾ 43B, പ്രൊമോഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. സഹകരണ സംഘങ്ങളുടെ ഉന്നമനമാണ് ആർട്ടിക്കിൾ 43B പറയുന്നത്. ആർട്ടിക്കിൾ 44, യൂണിഫോം സിവിൽ കോഡ് ഫോർ ദ സിറ്റിസൺസ്. പൗരന്മാർക്ക് ഏകീകൃത സിവിൽ കോഡ്. ദ only state where the uniform civil code is implemented, it is ഗോവ. ഗോവയാണ് ഇന്ത്യയിലെ യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്ത ഒരേ ഒരു സംസ്ഥാനം. ഓക്കെ. ആർട്ടിക്കിൾ 45, പ്രൊവിഷൻസ് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 6 years. 6 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും കുട്ടിക്കാലത്തെ പരിചരണത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള വ്യവസ്ഥയെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 45 പറയുന്നത്. ആർട്ടിക്കിൾ 46, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ്
SC, ST ആൻഡ് അതർ വീക്കർ സെക്ഷൻസ്. പട്ടികജാതി, പട്ടികവർഗ, മറ്റ് ദുർബല വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക താൽപര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ആർട്ടിക്കിൾ 46 പറയുന്നത്. ആർട്ടിക്കിൾ 47 പ്രൊഹിബിഷൻ ഓഫ് ലിക്കർ. മദ്യനിരോധനത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 48 പ്രൊഹിബിഷൻ ഓഫ് സ്ലേച്ചർ ഓഫ് കൗസ്, അതായത് ഗോവധ നിരോധനമാണ് ആർട്ടിക്കിൾ 48 പറയുന്നത്. ആർട്ടിക്കിൾ 48 അമെൻഡ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 48A പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, അതായത് പരിസ്ഥിതിയുടെ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിലും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണവുമൊക്കെയാണ് ആർട്ടിക്കിൾ 48A. ആർട്ടിക്കിൾ 49 പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളുടെയും സ്ഥലങ്ങളുടെയും വസ്തുക്കളുടെയും ഒക്കെ സംരക്ഷണമാണ് ആർട്ടിക്കിൾ 49. ആർട്ടിക്കിൾ 50 സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവിൽ നിന്നും ജുഡീഷ്യറിയെ വേർതിരിക്കുന്നു. ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 51 പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക. ആർട്ടിക്കിൾ 51. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു for watching this video.